മകളെ റാഹത്തല്ല ഇന്നലെതാ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ നാട്ടിൽ തിരൂരിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് മീശപ്പടിക്ക കൂടി വരുമ്പോൾ ഒരു സൈറ്റ് നോക്കാൻ വേണ്ടി പോയതിന് മീശപ്പടിക്ക കൂടി വരുമ്പോൾ ഒരു കടയിൽ കയറി ഒരു അച്ചാർ വാങ്ങിയിട്ടോ. മാഷാ അല്ലാ. അതായത് ഗ്രീൻ ഡൈൻ എന്ന് പറഞ്ഞിട്ടാണ് അച്ചാറിൻ്റെ പേര്. ഡേറ്റ് ഇതിൽ മറ്റേ ഡേറ്റ്സ് പിക്കിൾ ഈത്തപ്പഴം അച്ചാർ. പിന്നെ അതിന് റേറ്റ് എത്ര 60 റുപ്യ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അധികം കാണിച്ച് നോക്കണ്ട. പിന്നെ അത് ഈ സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കൽ എന്താ പറയുക, ഈ ഒരു സാധനം ഇത് സുർക്കൊന്നും ചെയ്യട്ടെ, ഇതിൽ ഉപ്പ് മാത്രം ഇട്ടാണ് പെണ്ണുങ്ങൾ സ്പെഷ്യലാണ് ഈ ഒരു സംഭവം. ഇത് മാങ്ങ കേട്ടോ. അതിപ്പോൾ ഞാൻ മക്കളെ കൂടി തിന്നാണ്, ജാസിൻ്റെ മക്കളെ കൂടി തിന്നിട്ട് ബാക്കിയുള്ളതാണ്. ഇത് മതി കേട്ടോ ഒരു പറ കഞ്ഞി കുടിക്കാൻ. ആ സാധനം വേറെ ഒരു സാധനം വേണ്ട കഞ്ഞി കുടിക്കാൻ, ഇത് മാത്രം മതി. കൊണ്ടുപോയി ഞാൻ ഫുള്ള് കഞ്ഞി കുടിക്കാം. പക്ഷേ ഈ അച്ചാർ കൂട്ടിയിട്ടാണ് ഇന്ന് ബിരിയാണി തിന്നിട്ട്. മാഷാ അല്ലാ. അച്ചാർ സത്യത്തിൽ 2 ദിവസം മുന്നേ ഞാൻ എന്ത് ചെയ്തു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ ഇത് തിന്നതിന് ശേഷം അഭിപ്രായം പറയാൻ നിൻ്റെ ഒരു ഇതിട്ടാ. പക്ഷെ എന്താണ് മാഷാ അല്ലാ, വേറെ ലെവൽ സാധനം കേട്ടോ. വേറെ ലെവൽ പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ പെണ്ണുങ്ങൾ പോലും എന്താ പറയുക അച്ചാർ ഇടുന്ന സ്പെഷ്യലിസ്റ്റാണ് എൻ്റെ പെണ്ണുങ്ങൾ. പക്ഷെ പെണ്ണുങ്ങൾ പോലും പറഞ്ഞു കാക്ക വല്ലാത്ത അത് അച്ചാറിട്ട കാക്കാന്ന്. സത്യം ഇതൊന്ന് കിട്ടണ ഒരു മായി കൈക്കൊണ്ടിട്ടാ ഗ്രീൻ ഡൈന്. ഞാനിത് എൻ്റെ ഒരു പരിചയം കേട്ടോ. നിങ്ങൾ ഇവർ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ട് അതിന് ഓണർമാർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് പറയുക, ഈ ഒരു സാധനം കഴിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാധനം കഴിച്ചിട്ട് അച്ചാർ കഴിച്ചിട്ട് ബിരിയാണിയാണ് തിന്നോയിക്കൊണ്ട് കലക്കും മക്കളെ. അതായത് ചെറിയ നോമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ ഒരു 4 ആൾ ഒരുമിച്ച് പോകണ ഒരു ടേബിൾ വരിക്കണം, ഇവനെ ഒന്നിതാ മര്യാദക്ക് കൊണ്ടുപോയാൽ മതി. എന്നാ എന്താ പറയുക കലക്ക സംഭവം. തകിട് പൊടിയാവട്ടെ ഇത് സംഭവം.